ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് നിങ്ങൾ കാണുന്നത്. ജൂലൈ 11. ഇന്നലെ എനിക്ക് തെറ്റ് പറ്റിയിട്ടോ. കുറേ കുട്ടികൾ എന്നോട് ആൻറ്റി ജൂൺ 10 ജൂലൈ 10 പറഞ്ഞപ്പോഴാണ് ഞാൻ ജൂണ് മാറി ജൂലൈ ആയി എന്നുള്ളത് ഓർത്തത് കേട്ടോ. എൻ്റെ മനസ്സിൽ ദിവസങ്ങളിങ്ങനെ ഓടിപ്പോണതൊന്നും എനിക്ക് അറിയണില്ല. തെറ്റിപ്പോയതാട്ടോ, സോറി. അപ്പോൾ കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, ആൻറ്റി തെറ്റിയതാണോ. അപ്പോൾ എനിക്ക് എല്ലാം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത്. പിന്നെ എനിക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാനത് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു. തോമു സ്കൂളിൽ പോയി, പാച്ചുട്ടൻ പോകാനായിട്ട് റെഡിയായി, പാച്ചുവും പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവരുടെ അംഗമാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ മിടുക്കനായിട്ട് നിൽക്കണം. അപ്പം ഇന്നലെ അവനൊരു ചീലക്കേടും നീർവീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓച്ചു ത്രെഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് നമ്മുടെ ചാക്കോച്ചൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ചാക്കോച്ചനും ഡിവൈനും മാത്രം. അപ്പോൾ ഡിവൈൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലൊക്കെ കയറി. അപ്പോൾ ഞാൻ അതുവരെ വേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്ന് പതിവ് പോലെ മാതാവിനും മെഴുകുതിരി കത്തിച്ചു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും ഈ മെഴുകുതിരി ഇത് മാറ്റാറായില്ലേ എന്നുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റും ഇങ്ങനെ കത്തി വരുമ്പോൾ അത് ഒഴുകി വന്ന് ആ തിരിയുടെ അടിയിൽ വന്ന് കിടക്കും. അപ്പം ഞാൻ ചൂടാവാണ്ടിരിക്കാൻ അതിൻ്റെ മുകളിൽ വെച്ച് ഇഷ്ടംപോലെ മെഴുകുതിരികൾ ഇവിടെ ഉണ്ട്. പക്ഷെ അത് വെറുതെ അനാവശ്യമായി കത്തിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ഗോതമ്പ് ദോശയും കറിയും ഓൾറെഡി കാസറോളിലുണ്ട്. ബാക്കി എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ തുണികൾ ഇന്നലെ ഹാൻഡ് വാഷ് ചെയ്തിട്ട കാരണം കാര്യമായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ നല്ല ഇടിവെട്ടും മഴയായിരുന്നു കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ല മഴയായിരുന്നു. ഇടിവെട്ടല്ല, കാറ്റും മഴയാണ് ഇവിടുത്തെ ഇപ്പം മെയിനായിട്ട്. ഇന്നും അതെ, ഫുൾ കാറ്റും മഴയും തന്നെയായിരുന്നു. അങ്ങനെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങൾ, അതായത് നമ്മളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആക്കി വെച്ച പാത്രങ്ങൾ കാര്യങ്ങൾ ഒക്കെ കഴുകി അവിടെ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കണതിന് മുമ്പ് പതിവ് പോലെ നമ്മളുടെ ആദ്യം ഒരു ട്രിപ്പ് ഇത് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുൾ ജിമിക്കുകളാണ്. അത് കുറേ ഒന്നുമില്ല, വളരെ കുറച്ച് ജിമിക്കാണ്. ഞാനിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡ്രീം കളക്ഷൻസിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ജിമിക്ക്. അപ്പോൾ ഒരു 5-6 ഞാൻ എല്ലാതും എടുത്ത് പുറത്ത് വെച്ചെങ്കിലും എനിക്ക് വളരെ കുറച്ച് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് വിശന്നപ്പോൾ പിന്നെ ഞാൻ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, എന്നിട്ടാവാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പറയില്ലേ, പിന്നെ അങ്ങോട്ട് തെറ്റിപ്പോവും. ഒറ്റ ഇരിപ്പിന് ഇരുന്നാൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഇതൊക്കെ നല്ല ഗോൾഡൻ വർക്കുള്ള ജിംകികളാണ് കേട്ടോ, നോർമൽ ജിംകികളാണ്. അപ്പോൾ ഈ നോർമൽ ജിംകിക്ക് അധികം മറ്റ് ജിംകികളെ അപേക്ഷിച്ച് വിലയില്ല. എന്നാലും വിലയുണ്ട്, ഇല്ല എന്നല്ല. മറ്റ് പാലയ്ക്ക അല്ലെങ്കിൽ റൂബി അങ്ങനെയുള്ളതിന് കുറച്ചും കൂടി വിലയ്ക്ക് വ്യത്യാസം വരും. അങ്ങനെ ഞാൻ നമ്മളുടെ അപ്പവും ഗോതമ്പ് ദോശയും നല്ല ഉള്ളി മസാല ഉള്ളി കൊണ്ടുള്ള മസാലക്കറിയാണ് കേട്ടോ. അങ്ങനെ 10:45 ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിരിക്കുമ്പോൾ ചാക്കോച്ചൻ കൊണ്ടുവന്നു ഇവിടെ ഫസ്റ്റ് ക്രൈയിലത്തെ ഒരു കവറ്. അപ്പോൾ ഇവിടെ അധിക ഭാഗം ഫസ്റ്റ് ക്രൈയിൽ നിന്ന് കുറേ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ക്രൈയിൽ. സത്യം പറഞ്ഞാൽ നേരം പോയത് അറിഞ്ഞേയില്ല. ഡോണും ഇപ്പോൾ തോമുട്ടനും വന്നപ്പോഴാണ് ഞാൻ 12:30 ആവണോ എന്ന് ഓർത്തത് കേട്ടോ. അപ്പോഴേക്കും ഡാഡിയും വന്നു. അപ്പോൾ ഇന്ന് കൊള്ളി, ഞാൻ പാൽക്കൊള്ളിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മഞ്ഞ കളർ എന്താണെന്ന് വെച്ചാൽ ഞാൻ മഞ്ഞളിട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ച കൊള്ളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ പോർക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ രസം ഉണ്ടായിരുന്നു, പിന്നെ എന്തുട്ടായിരുന്നു, പടവലങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു, ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാതും കുറേശ്ശെ ഉണ്ട്. അപ്പോൾ ഫ്രഷായിട്ട് വെച്ചിട്ടുള്ളത് പടവലങ്ങ ഉപ്പേരിയും കൊള്ളിയുമാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടി ഡോൺ ഭക്ഷണം കഴിച്ചിട്ട് പോയി. പിന്നെ ചാക്കോച്ചൻ മുറ്റത്തുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ചാക്കോ അവിടെ ഡാഡിയോട് എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവനെ എരിയേറ്റുക. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടം അവനെ എരിയേറ്റാനായിട്ട്. അപ്പോൾ അവൻ നിൽപ്പ് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം പറഞ്ഞു എന്നെ എടുത്ത് ഞാൻ അപ്പുറത്തേക്ക് ഇടുന്നുണ്ട്. എടുത്തതിന് അവന് ഒരു കൂസലുമില്ല കേട്ടോ. അവൻ തിരിച്ച് എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് ചാക്കി പേടിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് പേടിപ്പിച്ച് കാണിക്കും. അങ്ങനെയൊക്കെയാണ് മൂപ്പര് അങ്ങനെ പെട്ടെന്ന് കരയണ ഒരു കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷേ ഇന്ന് രാത്രി കുറേ കരഞ്ഞു അവൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി ഞങ്ങളുടെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി.
അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ടാണ് ഇന്നും കഴിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ തോമു വരുന്നതിൻ്റെ മുമ്പ് ഡിവൈൻ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഡോണും ഡിവൈനും മിക്കവാറും അവർ വരണോട് കൂടിയിട്ട് ഇരുന്ന് കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാച്ചൂട്ടൻ വന്നു കഴിഞ്ഞാൽ ഡിമ്പിളും ഞാനും കഴിക്കും. അതുപോലെ ഡാഡി ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ മുമ്പ് അല്ലെങ്കിൽ പിമ്പ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പാച്ചൂട്ടൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേക്ക് കൊടുത്തതാണ് ഒരു മറ്റേ ഡയറി മിൽക്കും പിന്നെ ഈ ഒരു ഗെയിം കേട്ടോ. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇട്ടിട്ട് ബാസ്ക്കറ്റിലേക്ക് വീഴുമ്പോൾ അത് ലൈറ്റൊക്കെ കത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് നേരം ഞാൻ അവൻ്റെ കൂടെ അതിങ്ങനെ കളിച്ച് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമിക്കികൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ എടുത്തത് ഫോട്ടോ എടുക്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരേ ബോക്സിലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വൈറ്റ് ഗോൾഡിൻ്റെ ബോക്സ് വെച്ചതെടുത്ത് വേറെ ബോക്സിലേക്ക് വെച്ചിട്ട് ജിമിക്കികൾ മൊത്തം എടുത്ത് അവിടേക്ക് ഒതുക്കി വെച്ചു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ചില പണികൾ എടുത്താൽ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുന്നിലിരുന്നതാണ്. പിന്നെ ഞാൻ കണ്ടത് ഡോൺ വരണ നേരത്താണ് 12:30. അപ്പോൾ 2 മണിക്കൂർ ഏത് വഴിക്കാണ് പോയെന്നുള്ളത് കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഇതിൻ്റെ മുമ്പിലിരുന്നാൽ നേരം പോണത് അറിയില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്പീക്കറിൽ ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതപ്പെട്ടു. നമ്മൾ വീട് എപ്പോഴും എന്താ പറയുക, നമ്മൾ പറയും വീട്ടിൽ എപ്പോഴും വൃത്തിയായി കിടന്നാലാണ് അവിടെ എന്താ പറയുക, ഹിന്ദുസ് ആണെങ്കിൽ പറയും ലക്ഷ്മി ദേവി വരുള്ളൂ എന്ന്. നമ്മൾ ക്രിസ്ത്യൻസ് ആയാലും പറയും വീട് ദേവാലയം പോലെ സൂക്ഷിക്കണം എന്നൊക്കെ. പക്ഷേ ചില വീടുകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളുടെ സുധിയുടെ വീട്, സുധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ പ്രോഗ്രാംസ് ഒന്നിച്ച് ചെയ്തിട്ടുള്ളതാണ്. പ്രസാദേട്ടൻ്റെ ടീമിലായാലും കോമഡി സ്റ്റാർസിലായാലും കണ്ടമാനം ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ആ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു എനിക്കൊക്കെ എന്തെങ്കിലും കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ അപൂർവം മാത്രമേ എനിക്ക് പറ്റാണ്ട് ഞാൻ കിടക്കുകയുള്ളൂ. വളരെ അപൂർവം, എല്ലാം 2-3 ദിവസം മാത്രം. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ കിടക്കണതിന് മുമ്പ് വൃത്തിയാക്കിയിടും. ഇതിങ്ങനെ നിറച്ച് അവിടെ ഇവിടെയും കിടന്നിട്ട് ഇങ്ങനെ സമാധാനത്തിൽ അവിടെ നിന്ന് വേണ്ടേ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി പോവാനായിട്ട്. എങ്ങനെ പറ്റണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ചിലവർ അങ്ങനെയാണ്. അങ്ങനെ അപ്പം ഞാൻ ഇപ്പം എങ്ങനെ ഓരോ പ്രാവശ്യവും വീടിങ്ങനെ ഒതുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതാണ് കടന്നു വരിക. ഞാൻ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര എങ്ങനെയാണ് അങ്ങനെ പറ്റണേ എന്നൊരു തോന്നലാണ്. നമ്മൾ കുഞ്ഞൊരു വീടായാലും ചില വീടുകൾ കണ്ടിട്ടുണ്ട് ഒരു മുറി ഒരു ഇതുണ്ടാവുള്ളൂ, പനമ്പാവും മേഞ്ഞുണ്ടാവുക. പക്ഷെ ആ വീടിന് ഒരു ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളാണ് നമ്മളുടെ വീടിൻ്റെ ഐശ്വര്യം ഉണ്ടാക്കേണ്ടതും അത് എന്താ പറയുക കളയേണ്ടതൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചയിലത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ സ്ഥലം ഈ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചുട്ടൻ തന്നെ സെലക്ട് ചെയ്ത് അവന് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ കിടക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഭയങ്കര സെറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്താണ്, എൻ്റെ മേത്താണ് എപ്പോഴും. മേത്തല്ല, ഞാനിങ്ങനെ ചെരിഞ്ഞ് സെറ്റിയിൽ കിടക്കുമ്പോൾ ആ സൈഡിൽ വന്ന് അവ അങ്ങനെ കിടന്ന് TV കാണും കേട്ടോ. അപ്പോൾ കുറേ വർത്തമാനങ്ങൾ പറയും. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഡാഡി വന്നു. അപ്പോൾ കുറേ പ്ലേറ്റ് ചെയ്യാൻ കൊടുത്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. കൂട്ടത്തിൽ കുറച്ച് ബജ്ജിയും കാര്യങ്ങളും കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുളക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് മാറ്റി വെച്ചേക്കായിരുന്നു. ഇന്നലെ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ നമ്മൾ ക്രീം ബണ്ണൊക്കെ ചെയ്ത കാരണം പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി ഇന്നേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡാഡി ഇത് കൊണ്ടുവന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ പട്ടികൾക്കുള്ള കാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒതുക്കാൻ നിന്നു. പിന്നെ കിടക്കാനൊന്നും നിന്നില്ല, അതൊക്കെ ഒതുക്കാൻ നിന്നു. അത് കഴിഞ്ഞ് മറ്റേ ബജ്ജി ഉണ്ടാക്കിയില്ല, അവിടെ ഇരിക്കട്ടെ, കാരണം എല്ലാം കൂടിയിട്ട് നാശാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെട്ടിനാട് ഡിസൈനിലുള്ള കമ്മലുകളാണ് കേട്ടോ. കുറച്ച് ഒരു 5-6 ഡിസൈൻ ഉണ്ട്. ഇതിപ്പോൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്, റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണിത്. മറ്റേത് എനിക്ക് തോന്നുന്നുണ്ട് പ്ലേറ്റ് ചെയ്ത് വന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. നല്ല പാറ്റേൺ കമ്മലുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ്, കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിങ്ങാണ്. ഇതിൻ്റെ ബാക്ക് പിരിയാണ്, നമ്മുടെ സ്വർണ്ണക്കമ്മലിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കാം. കാരണം ഇന്ന് വൈകുന്നേരത്തേക്കുള്ള പട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളത് എടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്നലത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കുള്ള പാല് ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. ഇറച്ചി രണ്ടാമത് കൊണ്ടുവന്നത് അവിടെ ഇരിക്കുന്നുണ്ട്, അത് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അധികം നേരമൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയില്ല കേട്ടോ.
അങ്ങനെ ഇവർക്ക് ദേ പാലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. കാര്യമായിട്ടൊന്നുമില്ല ഒതുക്കാനായിട്ട്. എന്നാലും ഞാൻ ചില സാധനങ്ങൾ നമ്മൾ 2 ദിവസം 3 ദിവസം ആയിക്കഴിഞ്ഞാൽ ഞാൻ പട്ടികൾക്ക് പോലും കൊടുക്കാൻ നോക്കില്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ കുഴപ്പം. അപ്പോൾ ഞാൻ നേരെ കളയുക ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ദേ ചായ വെച്ചു. അപ്പോൾ എൻ്റെ സാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബ്ലൗസ് തയ്ച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാം. അപ്പോൾ ഡിംപിൾ പറഞ്ഞു വായോ നമുക്ക് ഒന്നിച്ച് പോവാം. അപ്പോൾ ഈ ഷാഡോസ് വരെയല്ലേ പോകണ്ടു നടത്തണം. അപ്പോൾ പോവാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ചായ വെച്ചു. ഞാനും ഡാഡിയും ഡിംപിളും ചായ കുടിച്ചു. ഡിവൈൻ വന്നിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളായിട്ട് മുകളിലാണ് കേട്ടോ. ഡിവൈന് ആ കിട്ടുന്ന സമയമാണ് അവനെ പഠിപ്പിക്കാനായാലും കുറച്ച് നേരം ഒന്നിച്ചിരിക്കാനായാലും കിട്ടുന്ന സമയം. താഴത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഓട്ടവും ബഹളമാണ്. അങ്ങനെ ഞങ്ങൾ ദേ ഷാഡോസിലേക്ക് പോയി. അങ്ങനെ ഷാഡോസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ദേ പുതിയ മറ്റേ ഓണത്തിൻ്റെ കണ്ടമാനം റണ്ണിങ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ സ്റ്റിച്ചിങ് സെൻറ്റർ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ അധിക ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ഡിംപിളുടെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവിടെ അളവെടുക്കണ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു, തയ്ക്കണ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് സാരിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഞാൻ അവിടേക്കൊന്ന് നോക്കി. മുമ്പ് ഞാൻ എപ്പോഴും പോയിരുന്നത്, ഇപ്പോൾ സമയം കിട്ടാറില്ല, നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ എവിടെയും പോകണില്ല എന്ന്. അപ്പോഴാണ് അവിടെ ഒരു ബോട്ടിലിൽ കുറച്ച് സോപ്പ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അവിടെ ഹാൻഡ് മെയ്ഡ് സോപ്പാണ് കേട്ടോ. നല്ല മണം, പിയേഴ്സിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു. ക്യാരറ്റിൻ്റെയും പപ്പക്കായയുടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല സോപ്പാട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നടത്തുന്ന സെൻറ്ററിൽ തന്നെയാണ് ഷാഡോസ്. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഡിംപിൾ വെറുതെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് നല്ല മണം. അങ്ങനെ പിന്നെ വേറെ എവിടെ ഇറങ്ങിയില്ല. ഞങ്ങൾ ചോയ്സിൽ ഡാഡി ഇറങ്ങിയിട്ട് കുറച്ച് മറ്റേ 2 പാക്കറ്റ് ചപ്പാത്തി പിന്നെ കുറച്ച് മീനും വാങ്ങിച്ചു. മീൻ നന്നാക്കി തന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തെങ്കിലും കുഴപ്പമില്ല, അത് നന്നാക്കി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന വളകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു. നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ പോരുകയല്ലേ ചെയ്തേ. അപ്പോൾ അതൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെ നല്ല കെം സ്റ്റോണാണ്, നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ. അപ്പോൾ ഈ നേരത്തെ വന്ന ഡിസൈനേക്കാളും കുറച്ച് വ്യത്യാസം. അപ്പോൾ ഓരോ പ്രാവശ്യം ചിലപ്പോൾ പാറ്റേൺ മാറിയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഒട്ടും ഭംഗി കുറവില്ല, കുറച്ചും കൂടി ഭംഗി കൂടുതലേ ഉള്ളൂ. അപ്പോൾ അത് പല സൈസിൽ വന്നിട്ടുണ്ട്. 4, 6, 8 ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ ദേ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. ഇത് നല്ല ലക്ഷ്മിയുടെ വളയാണ് കേട്ടോ. മൾട്ടി കളറാണ്, നല്ല ഭംഗിയുള്ള നല്ല കനപ്പിടിയുള്ള വളയിന് ആൻറ്റിക്കിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് ലക്ഷ്മിയുടെ കുറേ പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കല്യാണങ്ങൾക്ക് കല്യാണ പെൺകുട്ടികളാണ് അങ്ങനത്തെ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇടാനും അത് നല്ലതാണ്, പട്ട് സാരിയുടെ ഒക്കെ കൂടെ കേട്ടോ. അപ്പോൾ ഇത് ഓവലിന് പകരം ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ പാറ്റേണാണ്. ഇന്നാൾ വന്നിരുന്നതൊക്കെ ഓവൽ ഷേപ്പായിരുന്നു. അങ്ങനെ ദേ ചായ കുടിയും ബജ്ജി കഴിക്കലൊക്കെ കഴിഞ്ഞതേ സന്ധ്യയായി. പിള്ളേർസൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴെ ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. കാരണം ഇന്നലെ തന്നെ കുറേ പേര് കമൻസ് എന്താ ഇടാൻ പറ്റാത്തതെന്ന് ചോദിച്ചിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യങ്ങളാകുമ്പോൾ ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ അവരത് കമൻസ് ടേൺ ഓഫ് ചെയ്യും. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഡാൻസും തലകുത്തി മറയിലും ഒക്കെ ആകുമ്പോൾ അത് യൂട്യൂബിന് എതിരായിട്ടാണ്. അപ്പോൾ അത് കാണിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത. ഇവരുടെ ഫുൾ ഡാൻസായിരുന്നു. അയ്യോ ഞാൻ ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ അക്കിക്ക് ഇവരുടെ വീഡിയോസ് ഇടയ്ക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അക്കി ചോദിക്കായിരുന്നു എന്താ ഇവർ ഈ കഴിച്ചതെന്നുള്ളത്. അതായത് തല കുത്തി മറിഞ്ഞ് നമ്മൾ പണ്ട് ഈ ബാൻഡ് സെറ്റൊക്കെ പൂരത്തിനും പെരുന്നാൾക്കൊക്കെ ബാൻഡ് സെറ്റ് അടിക്കുമ്പോൾ ബാൻഡ് സെറ്റ് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളമടിച്ചിട്ട് കിടന്ന് പാമ്പ് പോലെ ആടുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുപോലെയായിരുന്നു ഈ 3 ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചണിൽ ഇന്ന് രാത്രിയിലത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൊള്ളിയുടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് കാച്ചി അത് കഴിഞ്ഞ് നമ്മളുടെ കല്ലുമ്മക്കായായിരുന്നു. അപ്പോൾ അത് വെക്കാൻ നിന്നപ്പോൾ ചാക്കോച്ചൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ നിന്ന് എൻ്റെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് എന്നോട് പറയും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൺ മാറ്റിയെടുത്താൽ പറയും അതല്ല വീഡിയോ എടുക്കണ ഫോൺ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പിടിച്ച് വലിച്ച് വാങ്ങിക്കൊണ്ടിരും. അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ മീൻ കഴുകി നാളേക്ക് ഇത് ഉള്ളത് പുരട്ടി വെച്ചു. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ വെക്കാനുള്ളത് വെച്ചു. അത് കഴിഞ്ഞ് കല്ലുമ്മക്കായ വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ പല രീതിയിൽ വെക്കാം. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ചപ്പാത്തിക്കല്ലേ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ രീതിയിൽ കുഞ്ഞ് കല്ലുമ്മക്കായ നമ്മളുടെ ലുലുന്ന് വാങ്ങിയതാട്ടോ. പിന്നെ അത് ഞാനുണ്ടാവണം പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്ക് കുറുകിയിട്ടുണ്ടായിരുന്നില്ല. വല്ലാണ്ട് കുറുകി കഴിഞ്ഞാൽ
കട്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് സെമി ഗ്രേവിയിൽ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അമ്മമാരൊക്കെ അങ്ങനെയാണ്. ഇത് ബജിയുടെ ചമ്മന്തി ബാക്കി വന്നതാണ്, കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ അതിൽ 2 സ്പൂൺ ചോറിട്ട്, നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനതങ്ങനെ ചെയ്തപ്പോൾ കണ്ടു, നിങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ ഞാനത് പറയാണ്ട് മോശമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ ഞാനതിൽ 2 സ്പൂൺ ചോറിട്ടിട്ട് ഒന്ന് ഇളക്കി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കഴിച്ചു. കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണോട് കൂടി അതും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കുറച്ച് ചോറും കഴിച്ചു, ആ ചമ്മന്തിയും കഴിഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ കല്ലുമ്മക്കായയുടെ കറി റെഡിയായി. വേറെ ഒന്നും ചെയ്തില്ല, ഞാൻ മസാലയൊക്കെ ഇട്ട് അവസാനം ഒന്ന് കുക്കറിലിട്ട സാധനം ഒന്ന് മൊരിച്ചെടുത്തു. ഇത് നമ്മൾ വെറുതെ കടുക് കാച്ചി, പാൽക്കപ്പയാണ്, കടുക് കാച്ചേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ വിചാരിച്ചു രാത്രിയായപ്പോൾ ഒന്ന് കടുക് കാച്ചി ഫ്രഷാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ രാത്രിയിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡിവൈനും പിള്ളേരും പോയി. അത് കഴിഞ്ഞ് ഡിവൈനാണ് ഇന്ന് ആദ്യം കഴിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചന് ഇന്ന് ചെറിയൊരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം കഴിച്ചിട്ട് പിള്ളേരെയും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഡാഡിയും മോനും കൂടി കഴിച്ചു. അപ്പം ഞാൻ പാച്ചുവിനെ കുളിപ്പിക്കണ വരെ ഞാനും വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് ഇവിടുത്തെ അംഗം എന്താണെന്ന് വെച്ചാൽ ഡിംപിൾ ഇവിടെ റൂം ഒതുക്കായിരുന്നു. അതായത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അപ്പോൾ മറ്റേ ആൻസൺ വരുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് 2 ദിവസത്തേക്ക് ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒതുക്കാൻ നിൽക്കണ നേരം കൊണ്ട് ഇവർ 2 പിള്ളേരും കൂടി അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കുഴമറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ട് ചാക്കോച്ചൻ കരച്ചിൽ. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് കേട്ടോ. ചപ്പാത്തിക്ക് മറ്റേ കല്ലുമ്മക്കായ കറിയും, അതുകൂടാണ്ട് കൊള്ളിക്ക് മറ്റേ പാൽക്കപ്പയ്ക്ക് നല്ല നമ്മൾ ലുലുന്ന് വാങ്ങിച്ചില്ലേ റെഡ് ചില്ലി ചട്നി, ഭയങ്കര ടേസ്റ്റാട്ടോ അത്. നിങ്ങളാരെങ്കിലും വേറെ ഒന്നുമില്ല, നമ്മൾ മറ്റേ മുളക് പൊടിയില്ലേ നമ്മുടെ മുഴുവൻ വറുത്ത് പൊടിച്ച്, അതാണ് സംഭവം, മുരിച്ചിട്ടുള്ളതാണ് ടേസ്റ്റ്. പക്ഷെ ഭയങ്കര രസമാട്ടോ, പുളി വെച്ചിട്ട് അരച്ചിട്ടുള്ളത്. നമ്മൾ പണ്ട് തൃശ്ശൂർക്കാർക്കുണ്ട് ഒരു കുത്തിപ്പൊടി വെച്ചിട്ട് നമ്മുടെ മുളക് മുരിച്ചതെന്ന് പറയുന്നത്, അതന്നെ സാധനം. ഭയങ്കര ചൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡിംപിൾ കിച്ചൺ ഒതുക്കിയിട്ട് വേഗം പാച്ചുവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നീങ്ങിയപ്പോൾ പാച്ചു നടക്കണ നടപ്പ് കണ്ടു. ഒതുക്കിയപ്പോൾ 2 സോക്സ് കിട്ടി. ആ സോക്സും പിന്നെ ട്രൗസറും കൂടി ഇട്ടിട്ട് നടക്കുക. അപ്പം ഞങ്ങൾ കളിയാക്കായിരുന്നു അവൻ്റെ നടത്തം കണ്ടിട്ട്. അവൻ എന്തോ ഭയങ്കര സംഭവം പോലെ സോക്സ് ഇട്ട് നടക്കുമ്പോൾ. അങ്ങനെ ഞാൻ നമ്മുടെ പിള്ളേർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും മഴയാട്ടോ, ഇടയ്ക്ക് മഴയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തുണികളെടുത്തിട്ട് അകത്തേക്ക് ഇട്ടില്ല. കാരണം നനഞ്ഞ തുണി അകത്തിടുമ്പോൾ അതൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ അവിടെ കിടന്നോട്ടെ വെച്ചിട്ട് ഇന്നലെ ഡിംപിൾ വാഷ് ചെയ്തതൊക്കെ ഏകദേശം ഉണങ്ങി, എന്നാലും ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇത് വേപ്പില ഇന്ന് അവിടെ നിന്ന് പൊട്ടിച്ചതാണ്. അപ്പോൾ അതിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ വേഗം ഒട്ടി കേടാവും. അപ്പോൾ ഞാൻ വെറുതെ ക്ലിപ്പിട്ട് വെച്ചത്. അപ്പോൾ നാളെ അത് ഉതിർത്ത് ഇടാമല്ലോ. നല്ല കാറ്റും മഴയും ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ, പുറത്ത് നല്ല കാറ്റും മഴയാണ്. ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഇല്ല എന്ന് പറയാമോ എന്ന് ഞങ്ങളുടെ ഒരു ഇത്. കാരണം 2-3 ദിവസം അവധി കിട്ടിയപ്പോഴേ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യത്തിന് ഫുഡും കഴിക്കില്ല, ഓട്ടവും ബഹളവും കുറുമ്പും ഒക്കെ കൂടിയിട്ട് അവർക്ക് തന്നെ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള മാലകളാണ്. ഒക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇതൊന്നും അധികം വിലയില്ല കേട്ടോ, ഒക്കെ 300 രൂപ താഴെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ വിവരം പറയാം കുട്ടികളോട് ചോദിച്ചിട്ട്. ഇത് കുട്ടികളുടെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇത് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ഒന്നും അല്ല കേട്ടോ, ഇത് ഫാൻസി ഐറ്റമാണ്. അപ്പോൾ ഇത് പക്ഷേ നമുക്ക് എന്താ പറയുക, ഒറിജിനൽ പാലക്കയുടെയും ഇതിൻ്റെയൊക്കെ പോലെ തന്നെയാണ് തോന്നുക കാണുമ്പോൾ. അപ്പോൾ ഞാൻ തിരിച്ച് പറയണത് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് അല്ല എന്ന് പറയണത് നിങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിന് ഞാൻ പറഞ്ഞില്ലേ 300 രൂപ താഴെയാണ് ഇതിന് വിലയുള്ളൂ. മറ്റേതൊക്കെ എങ്ങനെ വന്നാലും 800ഉം 1000ഉം ഒക്കെ വരും. ഇത് അതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ്, കുറച്ചും കൂടി കട്ടിയുള്ള ആൻറ്റിക്കിൻ്റെയാണ്. കണ്ടോ, അതിൻ്റേതായ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ തന്നെ മാങ്ങയുണ്ട്. പിന്നെ കുറേ ഇൻവിസിബിൾ പാറ്റേൺ കുറേ വന്നിട്ടുണ്ട്, ഇത് കുറേ വന്നിട്ടുണ്ട്. അത് കുട്ടികളായിട്ട് കാണിക്കും. ഇതിപ്പോൾ ഞാനിവിടെ മേശപ്പുറത്ത് ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ അന്ന വരണ ദിവസമാണ്. അന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 5 പേരിൽ 4 പേരിപ്പോൾ ആയിട്ടുള്ളൂ. ഇനി ഒരാളും കൂടി വരാനുണ്ട്, അവൾ നാളെ വരും. നാളെ വന്നു കഴിഞ്ഞാൽ മറ്റന്നാൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഡിംപിളുടെ പോക്ക്. പക്ഷേ മാക്സിമം വരാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ നിവൃത്തിയില്ലേ, പിന്നെ ഇവരെ കാണലുണ്ടാവില്ല. ഈ 5 പേര് കൂടിയിട്ട്
ഒത്ത കാലം എനിക്ക് തോന്നുന്നു 7 വർഷത്തോളം ആയിട്ടുണ്ട് ഇവർ ഒന്നിച്ചുള്ള ഒരു സമയം ഉണ്ടായിട്ട് കേട്ടോ. അങ്ങനെ ദേ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നെല്ലാം വളരെ ശാന്തതയാണ്. ഒന്നും വലിച്ചിടാനോ എടുക്കാനോ ഒന്നും നിന്നിട്ടില്ല. എല്ലാം കുട്ടികളൊക്കെ നല്ല എന്താ പറയുക ഗുഡ് ബോയ്സ് ആയിരുന്നു കേട്ടൊന്ന്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇതുപോലെ ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓർണമെൻറ്റ്സ് എന്താണോ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക. അതുപോലെ നമ്മളുടെ ചാനൽ ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും 2 മണിക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.